Hi students. In the last class we were discussing about the heat engine and we found out the expression for the thermal efficiency of a heat engine, and after that we were discussed about internal combustion engine. One of the example of internal combustion engine as gasoline engine, and I told the second internal combustion engine that we want to study is the diesel engine. Okay, so we will go to diesel engine in today's class. Okay, so we already studied the 6 processes in a gasoline engine. Okay, so here also we have 6 processes, and there are 2 important difference between a diesel engine and a gasoline engine. Okay, in the case of a gasoline engine, what we have studied is that we are providing the fuel air mixture into the combustion chamber during the intake stroke. Okay, but in the case of a diesel engine, only air is admitted in the intake stroke. Okay, we are not mixing fuel and air. In the case of diesel engine, only air is admitted in the intake stroke. Okay, and second difference is the difference it is happening during the combustion process. Okay, in the combustion process, for the case of a gasoline engine, the process was a isochoric process. Okay, I can show you the diagram, PV diagram. See, this is a PV diagram for a gasoline engine. Here you can see the process 2 to 3 it was happened in a isochoric manner. Now, in the case of diesel engine, you can see this process, that combustion process, that is happening in a isobaric manner. Okay, അല്ലെങ്കിൽ കോൺസ്റ്റന്റ് പ്രഷറിലാണ് അത് സംഭവിക്കുന്നത്. ഓക്കെ, ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിഫറൻസ് ബിറ്റ്വീൻ എ ഗ്യാസോലിൻ എൻജിൻ ആൻഡ് എ ഡീസൽ എൻജിൻ. ഓക്കെ, ദ റിമൈനിങ് പ്രോസസ്സസ്, okay, apart from these two things, okay, remaining processes are same for the diesel engine and gasoline engine. Okay, so I'm just listed the things. First one is the air is compressed adiabatically until the temperature is high enough to ignite oil that is sprayed into the cylinder after the compression. Okay, അത് ഇതിൻ്റെ ഒരു ഡിഫറൻസ് ആണ്. ഇതിൽ നമ്മൾ വേറൊരു കാര്യം നമ്മൾ നോട്ട് ചെയ്യേണ്ടത്, ഗ്യാസോലിൻ എൻജിനിൽ നമ്മൾ അവിടെ സ്പാർക്ക് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഒരു ഇഗ്നീഷൻ എന്ന് പറയുന്നൊരു പ്രോസസ്സ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇവിടെ ഇത് വേണ്ട, ഇത് സെൽഫായിട്ടാണ് ഇതിൻ്റെ അകത്ത് സ്പാർക്ക് സംഭവിക്കേണ്ടത്. ഓക്കെ, പിന്നെ അപ്പോൾ അതിന് അത്രത്തോളം വേണ്ട എത്ര ടെമ്പറേച്ചർ അവിടെ അച്ചീവ് ചെയ്യണോ ആ ഒരു സെൽഫ് സ്പാർക്ക് സംഭവിക്കാൻ, അത്രയും കംപ്രഷൻ, അഡിയബാറ്റിക് കംപ്രഷനാണ് നമ്മളവിടെ നടത്തുന്നത്. അതിലൂടെയാണ് അത്രയും വലിയ ഹൈ ടെമ്പറേച്ചർ എത്തിയിട്ട് അതൊരു സെൽഫായിട്ട് ഇഗ്നൈറ്റ് ചെയ്യണം. ഓക്കെ, പിന്നെ മറ്റൊരു കാര്യം, ദ റേറ്റ് ഓഫ് സപ്ലൈ ഓഫ് ഓയിൽ ഈസ് അഡ്ജസ്റ്റഡ്. ഇതിൽ ഞാൻ പറഞ്ഞു നമ്മളുടെ എയറും ഫ്യൂവലും മിക്സ് ചെയ്യുന്നില്ല. ആദ്യം നിങ്ങൾ എയറിനെ അഡ്മിറ്റ് ചെയ്യുന്നു, എയറിനെ അഡ്മിറ്റ് ചെയ്തതിന് ശേഷം അതിനെ നന്നായിട്ട് കംപ്രസ് ചെയ്തു. ആ കംപ്രസ് ചെയ്ത എയറിൻ്റെ അകത്തേക്കാണ് നിങ്ങൾ ഫ്യൂവൽ സ്പ്രേ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ സ്പ്രേ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ എയറിന് എന്ത് വേണം, ഹൈ ആയിട്ടുള്ള ടെമ്പറേച്ചർ വേണം. അതിന് ആ ഒരു ടെമ്പറേച്ചർ അച്ചീവ് ചെയ്യാൻ നമ്മൾ എയറിന് എന്താക്കുകയാണ്, അഡിയബാറ്റിക്കലി കംപ്രസ് ചെയ്യാണ്. പിന്നെ വേറൊരു കാര്യം, ഇതിൻ്റെ അകത്ത് സപ്ലൈ ചെയ്യുന്ന oil, okay, or the rate of supply of oil is adjusted so that combustion take place approximately isobarically. Okay, അപ്പോൾ ഇതിലുള്ള പ്രോസസ് 2 to 3 നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇറ്റ് ഈസ് ഹാപ്പനിങ് ഇൻ എ ഐസോബാരിക് മാനർ ആണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ഐസോബാരിക് പ്രോസസ്സിലൂടെ സംഭവിക്കാൻ അതിൻ്റെ ആ ഒരു രീതിയിലാണ് നമ്മൾ ഇതിൻ്റെ അകത്തുള്ള ഓയിൽ സ്പ്രേ ചെയ്യുന്നത്. അത് മാത്രമല്ല ഇതിൽ ആ പിസ്റ്റൺ ആ ഒരു സമയത്ത് ചെറുതായിട്ട് മൂവ് ചെയ്യും, so that
ദ പ്രോസസ് ഹാപ്പൻ ഇൻ ആൻ ഐസോബാരിക് മാനർ. ഓക്കെ, പിന്നെ ഈ റെസ്റ്റ് ഓഫ് ദ സൈക്കിൾ എന്ന് പറയുന്നത് ബാക്കി എല്ലാ കാര്യങ്ങളും വെരീസ് ലൈക്ക് പവർ സ്ട്രോക്ക് ആണെങ്കിലും എക്സോസ്റ്റ് ആണെങ്കിലും എക്സോസ്റ്റ് സ്ട്രോക്ക് ആണെങ്കിലും ഇതൊക്കെ എക്സാക്ട്ലി സെയിം ആസ് ദ ഗ്യാസോലിൻ എഞ്ചിനാണ്. ഓക്കെ, അപ്പോൾ ഡീസൽ എഞ്ചിൻ്റെ അകത്ത് ഉണ്ടാകുന്ന ബാക്കിയുള്ള എല്ലാ പ്രോസസ്സും ഗ്യാസോലിൻ എഞ്ചിനിൽ നടക്കുന്ന അതേ പ്രോസസ്സ് പോലെ തന്നെയാണ്. ഇതിൻ്റെ ഒരു ഡയഗ്രമാണ് ഇതിൻ്റെ സൈഡിൽ വെച്ചിരിക്കുന്നത്. പിന്നെ ഇതിലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഗ്യാസോലിൻ എഞ്ചിനിൽ പറഞ്ഞതുപോലെ ഫ്രിക്ഷൻ അതുപോലെയുള്ള കുറേ ഫാക്ടേഴ്സ് ഉണ്ടാകും. അതൊരു ഐഡിയൽ ആയിട്ടുള്ളതല്ല, നമ്മൾ പറയുന്നത് പോലെ തിയറിറ്റിക്കലി പറയുന്നത് പോലെ നമുക്ക് കിട്ടില്ല. ഓക്കെ, സോ നമ്മൾ ആ ഒരു മാത്തമെറ്റിക്കൽ ഫോർമുലേഷനെ നമ്മൾ ഇവിടെയും നമ്മൾ കുറേ ഐഡിയൽ സിറ്റുവേഷൻ എടുക്കണം. ഓർ വി ആർ ടേക്കിംഗ് മെനി അപ്രോക്സിമേഷൻ ആൻഡ് അസംഷൻസ്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ എൻ ഐഡിയലൈസ്ഡ് ഡീസൽ എഞ്ചിൻ ദാറ്റ് പെർഫോംസ് എ സൈക്കിൾ ഈസ് നോൺ ആസ് ദ എയർ സ്റ്റാൻഡേർഡ് ഡീസൽ സൈക്കിൾ. ഓക്കെ, ഇനി ഇതിൻ്റെ പ്രോസസ്സിലേക്കും മാത്തമെറ്റിക്കൽ കാൽക്കുലേഷനിലേക്കും പോകുന്നതിനേക്കാൾ മുന്നേ ഞാൻ ഇതിൻ്റെ ഒരു വർക്കിംഗ് കാണിച്ചു തരാം. ഓക്കെ, അതിൻ്റെ ഒരു വീഡിയോ ഇതിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഇതിലെ വാൾ പിസ്റ്റൺ, പിന്നെ അതുപോലെ ഇതാണ് ഫ്യൂൽ ഇഞ്ചക്ട് ചെയ്യുന്ന പാർട്ട്. നമുക്ക് ഇത് ക്രാങ്ക് ഷാഫ്റ്റാണ്. ഇതിൻ്റെ ഓരോ പാർട്ടുകളായിട്ട് അതിൻ്റെ അകത്ത് എൻട്രി ചെയ്യാണ്. നമുക്ക് ഇൻടേക്ക് പോർട്ടും അതുപോലെ എക്സോസ്റ്റ് പോർട്ടുമാണ് ഇതിൻ്റെ സൈഡിലുള്ളത്. പിന്നെ ഫസ്റ്റിലത്തെ പ്രോസസ്സാണ് ഇൻടേക്ക് സ്ട്രോക്ക് ഓർ സെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന് ഒരു ടോപ്പ് ഡെഡ് കോളമുണ്ട്, അതുപോലെ ബോട്ടം ഡെഡ് കോളമുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഈ പിസ്റ്റൻ്റെ മൂവ്മെൻറ്റ് സംഭവിക്കുന്നത്. ഈ രണ്ട് വാൾവ് വെച്ചിട്ടാണ് നമ്മൾ ഇൻടേക്കും അതുപോലെ എക്സോസ്റ്റും ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം എയറിനെ അഡ്മിറ്റ് ചെയ്യുകയാണ് ബൈ മൂവിങ് യുവർ പിസ്റ്റൺ ഡൗൺ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇറ്റ് ഈസ് നോട്ട് എ മിക്സ്ചർ, ദിസ് ഈസ് പ്യുവർലി എയറിന് മാത്രമാണ് ആദ്യം നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഇൻടേക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇൻടേക്ക് സ്ട്രോക്ക് കഴിഞ്ഞാൽ ആ വാൾവ് ക്ലോസ് ആയി. പിന്നെ നമ്മൾ സംഭവിക്കുന്നത് രണ്ടാമത്തെ പ്രോസസ്സായിട്ടുള്ള കംപ്രഷൻ സ്ട്രോക്ക്. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മൾ കംപ്രസ് ചെയ്യാണ്. അത് ബോട്ടം ഡെഡ് ലൈൻ BDC ആൻഡ് TDC എന്ന് പറയുന്ന ഈ രണ്ട് പോയിന്റിൻ്റെ ഇടയിലാണ് ഇതിൻ്റെ മൂവ്മെൻറ്റ് വരുന്നത്. ഇനി ഇത് കംപ്രസ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ അത് കംപ്രസ് ചെയ്തിട്ട് അതിൻ്റെ റേഷ്യോ റേഞ്ചിങ് 12:1 നിന്ന് 22:1 അത്രയും നല്ലൊരു റേഷ്യോയിലേക്ക് ഇത് കംപ്രസ് ചെയ്യാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നല്ല ഇതിലേക്കാണ് ഇപ്പോൾ ഫ്യൂവൽ സ്പ്രേ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് പവർ സ്ട്രോക്ക് ഉണ്ടാവും. ഈ സ്പ്രേ ചെയ്യുമ്പോൾ ഈ ഒരു ഹൈ ടെമ്പറേച്ചറുള്ള എയറിൻ്റെ അകത്തേക്ക് ഇത് സ്പ്രേ ചെയ്യുമ്പോൾ അതിനെന്ത് സംഭവിക്കും, അത് സെൽഫ് ഇഗ്നൈറ്റ് ചെയ്യും. അവിടെ നമ്മളൊരു പ്രത്യേകിച്ച് ഒരു ഇഗ്നൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇലക്ട്രിക് സ്പാർക്കോ കാര്യങ്ങളോ ഒന്നും കൊടുക്കുന്നില്ല. നമ്മുടെ ഗ്യാസോലിൻ എഞ്ചിനിൽ അത് അങ്ങനെ ചെയ്തിരുന്നു, പക്ഷേ ഇവിടെ അങ്ങനെ ചെയ്യുന്നില്ല. ഇത് തന്നെ ആ ഒരു കൊളിഷൻ്റെ അകത്തൂടെ അവിടെ ഇഗ്നൈറ്റ് ചെയ്യാണ്. ഓക്കെ, ഇഗ്നൈറ്റ് ചെയ്ത് കഴിഞ്ഞു, ആ കംപ്രഷൻ പ്രോസസ്സ് ആയി. ഓക്കെ, കംപ്രഷൻ സംഭവിച്ചു. ഇനി എന്താവും, ആ കംപ്രഷൻ പ്രോസസ്സ് സംഭവിക്കുന്ന ഐസോബാരിക്കലാണ്. ആ സമയത്ത് ഈ പിസ്റ്റൺ ചെറുതായിട്ട് താഴോട്ടേക്ക് മൂവ് ചെയ്യും, എന്നാൽ മാത്രമേ അത് ഐസോബാരിക്കായിട്ട് സംഭവിക്കുള്ളൂ, അല്ലേ? അവിടെ പ്രഷർ കൂടുന്നതിന് അത് കോൺസ്റ്റൻ്റായിട്ട് കീപ്പ് ചെയ്യും. പക്ഷേ ആ പ്രഷറിനെ താത്തി കളിക്കില്ല, ആ ഉള്ള പ്രഷറിനെ മെയിൻറ്റെയിൻ ചെയ്യും. പിന്നെ ഇത് സാധാരണ രീതിയിൽ താഴോട്ടേക്കുള്ള പവർ സ്ട്രോക്ക്, നമുക്ക് വർക്ക് പുറത്തേക്ക് കിട്ടുന്ന ആ ഒരു പവർ സ്ട്രോക്കിലേക്കാണ് പോകുന്നത്. ഇനി നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ എക്സോസ്റ്റ് സ്ട്രോക്ക്, ഈ കംപ്രഷൻ്റെ പ്രോഡക്റ്റിനെ എന്താക്കണം, പുറത്തേക്ക് ചാടിക്കണം. അപ്പോൾ ഹൈ ടെമ്പറേച്ചറും ഹൈ പ്രഷറുള്ള ഗ്യാസിനെ എക്സോസ്റ്റ് ചെയ്യിക്കും. ഓക്കെ, അപ്പോൾ ഇനി അത് ലാസ്റ്റിലത്തെ ഒരു എക്സോസ്റ്റ് സ്ട്രോക്കും കൂടിയുണ്ട്, എന്നാലാണ് ഇതിൻ്റെ ഈ ഒരു ബൈ പ്രോഡക്ട്സ് കംപ്ലീറ്റ് ആയിട്ടും പുറത്തേക്ക് പോകുള്ളൂ.
അപ്പോൾ നമുക്ക് നിങ്ങൾ ആ പ്രോസസ്സ് കംപ്ലീറ്റ് കണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇനി ഇതിൽ നമുക്ക് വേണ്ടത്, ഞാൻ നേരത്തെ എഴുതിയ R6S പ്രോസസ്സ് ഞാൻ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്തിരിക്കുകയാണ്. ആ ഗ്യാസോലിൻ എഞ്ചിൻ്റെ അകത്തുള്ള പ്രോസസ്സ് തന്നെയാണ്. അതിൽ നമുക്ക് ആകെ ഈ മൂന്നാമത്തെ പ്രോസസ്സ് മാത്രമേ വ്യത്യാസമുള്ളൂ. ദാറ്റ് ഈസ് ദ പ്രോസസ് 2, 3. ഓക്കെ, അല്ലാത്ത ബാക്കിയെല്ലാം പ്രോസസ്സ് 5 to 1 എന്ന് പറയുന്ന ആ ഒരു ഇൻടേക്ക് സ്ട്രോക്ക് സെയിം ആണ്. പിന്നെ പ്രോസസ്സ് 1 to 2 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ അഡിയബാറ്റിക് കംപ്രഷൻ ആണ്. അത് സെയിം തന്നെയാണ്. അതിൻ്റെ ഇക്വേഷൻ നമ്മൾ അഡിയബാറ്റിക് ഇക്വേഷൻ തന്നെ എഴുതും. പിന്നെ മൂന്നാമത്തെ പ്രോസസ്സായ പ്രോസസ് 2 to 3 റെപ്രസെൻറ്റ്സ് എ ക്വാസി സ്റ്റാറ്റിക് ഐസോബാരിക് അബ്സോർപ്ഷൻ ഓഫ് ഹീറ്റ് ഫ്രം എ സീരീസ് ഓഫ് external reservoir ranging in the temperature from T2 to T3, and this process mean to approximate the isobaric burning of the oil. അപ്പോൾ അത് ഞാൻ പറഞ്ഞു, അതിൻ്റെ അകത്ത് പിസ്റ്റൺ ചെറുതായിട്ട് മൂവ് ചെയ്തിട്ട് ഐസോബാരിക് ബേണിംഗ് ആണ് അവിടെ നടത്തുന്നത്. ഓക്കെ, അപ്പോൾ ഡ്യൂറിങ് ദിസ് പ്രോസസ് QH amount of heat is absorbed to the system. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ആ മേലത്തെ പ്രോസസ് 2, 3 നിങ്ങൾക്ക് QH എന്ന് പറയുന്ന ഹീറ്റ് എനർജി സിസ്റ്റത്തിലേക്ക് എൻ്റർ ചെയ്യുന്നതായിട്ട് കാണാം. ഓക്കെ, ഇനി ഇതിൻ്റെ അകത്തുള്ള ഇക്വേഷൻസ് ആണ് ഇനി പോകേണ്ടത്. ഇനി 3, 4 പ്രോസസ് 3, 4 സെയിം തന്നെയാണ്. പിന്നെ പ്രോസസ് 4, 1 നേരത്തെ പറഞ്ഞ അതേ പ്രോസസ്സ് തന്നെയാണ്. പിന്നെ അതുപോലെ പ്രോസസ് 1 to 5 അതും എക്സോസ്റ്റ് സ്ട്രോക്ക് ഒക്കെ സെയിം ആണ്. ഓക്കെ, പിന്നെ നേരത്തെ ഗ്യാസോലിൻ എഞ്ചിൻ്റെ അകത്ത് ഡിസ്കസ് ചെയ്തതുപോലെ തന്നെ പ്രോസസ് 5-1 അതുപോലെ 1-5 ക്യാൻസലായി പോവും. ഈ രണ്ടും ക്യാൻസൽ ഈച്ച് അതർ. ഓക്കെ, ഇനി നമുക്ക് വ്യത്യാസം ഉള്ളത് ആകെ ദ പ്രോസസ് 2 to 3 ഓക്കെ, ബിക്കോസ് ദിസ് ഈസ് ആൻ ഐസോബാരിക് പ്രോസസ്. യു നോ ദ എക്സ്പ്രഷൻ ഫോർ ദ amount of heat QH is equal to integral T2 to T3 Cp dt, or that is equal to Cp into T3 minus T2. ഇവിടെ നമ്മൾ നേരത്തെ ഉപയോഗിച്ചിരുന്നത് ഗ്യാസോലിൻ എഞ്ചിൻ്റെ അകത്ത് CvDT ആയിരുന്നു. ഇവിടെ നമ്മൾ CpDT ബിക്കോസ് ദിസ് ഈസ് ഹാപ്പനിങ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. ഓക്കെ, പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഫോർ ദ പ്രോസസ് 4 to 1 നമ്മൾ നേരത്തെ കണ്ട ഇക്വേഷനാണ്, അത് തന്നെ സംഭവിക്കും. QL is equal to minus integral T4 to T1 Cv dt, and that is equal to Cv into T4 minus T1. ഇനി നമുക്ക് വേണ്ടത് എക്സ്പ്രഷൻ ഫോർ തെർമൽ എഫിഷ്യൻസി ആണ്. എക്സ്പ്രഷൻ ഫോർ തെർമൽ എഫിഷ്യൻസീസ് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് 1 minus mod QL by mod QH ആണ് അല്ലേ. അപ്പം മോഡ് QLന് നമുക്കിവിടെ എക്സ്പ്രഷൻ ഉണ്ട്, മോഡ് QHനും എക്സ്പ്രഷൻ ഉണ്ട്. ഇഫ് യു ജസ്റ്റ് ഡിവൈഡ് ഇറ്റ് you will get eta is equal to 1 minus 1 by gamma T4 minus T1 divided by T3 minus T2. 1 by gamma വന്നത് we know gamma is nothing but Cp by Cv ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്നത് Cv by Cp എന്ന് കിട്ടും. that is nothing but 1 by gamma. And here the important thing is the efficiency of the diesel engine or diesel cycle depends on the value of gamma. സോ നമുക്ക് ഇതിനെ കംപ്രഷൻ റേഷ്യോയുടെയും എക്സ്പാൻഷൻ റേഷ്യോയുടെയും ടേംസിലേക്ക് വേണമെങ്കിൽ മാറ്റാം. കംപ്രഷൻ റേഷ്യോ നത്തിങ് ബട്ട് RC is equal to V1 by V2 ആണ്. പിന്നെ അതുപോലെ എക്സ്പാൻഷൻ റേഷ്യോ ദാറ്റ് ഈസ് RE is equal to V3 by V2 ആണ്. ഓക്കെ, അപ്പം അതിൻ്റെ ടേംസിലേക്ക് മാറ്റുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് ഈറ്റ is equal to 1 minus 1 by gamma 1 by RE raised to gamma minus 1 by RC raised to gamma divided by 1 by RE minus 1 by RC എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു എക്സ്പ്രഷൻ്റെ അകത്തുനിന്ന് ജസ്റ്റ് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് RCയുടെയും REയുടെയും ടേംസിലേക്ക് മാറ്റി എഴുതാവുന്നതേ ഉള്ളൂ. ഓക്കെ, സോ അത് നിങ്ങളൊന്ന് വീട്ടിൽ നിന്ന് ടെസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൻ്റെ അടിയിൽ പറഞ്ഞിരിക്കുന്ന ഈ പ്രോബ്ലം നിങ്ങൾ if you take RC is equal to 20 and R is equal to 5 and gamma is equal to 1.4 അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ തെർമൽ എഫിഷ്യൻസി ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത തെർമൽ എഫിഷ്യൻസി ജസ്റ്റ് ഇതിൻ്റെ അകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. പക്ഷെ അത് ചിലപ്പോൾ പ്രോബ്ലംസ് ചോദിക്കുമ്പോൾ നേരിട്ട് ഇങ്ങനെ ചോദിക്കണം എന്നില്ല. V1ൻ്റെയും V2ൻ്റെയോ അല്ലെങ്കിൽ V3യുടെയൊക്കെ വാല്യൂസ് തന്നിട്ട് അതിൽ നിന്ന് നിങ്ങളോട് ഈറ്റ കാൽക്കുലേറ്റ് ചെയ്യാൻ പറയും. ആ ഒരു സിറ്റുവേഷനിൽ യു ഹാവ് ടു use all those things and
യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ ഫൈനൽ ആൻസർ. ഓക്കെ, അപ്പോൾ അത്തരം പ്രോബ്ലംസ് ടെക്സ്റ്റ് ബുക്കുകളിൽ നിങ്ങളത് പ്രാക്ടീസ് ചെയ്യുക. ഇനി നമ്മൾ നേരത്തെ ആദ്യം പഠിച്ച ഓട്ടോ സൈക്കിൾ, ഐഡിയലൈസ്ഡ് ഗ്യാസോലിൻ എഞ്ചിൻ അല്ലെങ്കിൽ ഓട്ടോ സൈക്കിളിൻ്റെ അകത്തേക്ക് ഒന്നുകൂടി പോവാണ്. അതിൽ നമ്മളൊരു കാര്യം പറഞ്ഞിരുന്നു, നമ്മൾ ഫ്യൂവൽ പ്ലസ് എയർ മിക്സ്ചർ ആണ് നമ്മളുടെ ചാമ്പറിൻ്റെ അകത്തേക്ക് അഡ്മിറ്റ് ചെയ്യുന്നത് അല്ലേ. ഓക്കെ, അപ്പം അതിന് നിങ്ങളൊരു ഇലക്ട്രിക് സ്പാർക്ക് വെച്ചിട്ടാണ് നമ്മൾ ഇഗ്നൈറ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ആ ഇഗ്നൈറ്റ് ചെയ്തതിന് ശേഷമാണ് അതിൻ്റെ അകത്ത് കമ്പഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നതും നിങ്ങൾക്ക് പവർ സ്ട്രോക്ക് ഉണ്ടാകുന്നതൊക്കെ. ഓക്കെ, ഇനി നമ്മളുടെ ആ ഒരു തെർമൽ എഫിഷ്യൻസി ഓഫ് എൻ ഐഡിയലൈസ്ഡ് ഗ്യാസോലിൻ എഞ്ചിൻ അല്ലെങ്കിൽ ഓട്ടോ സൈക്കിളിൻ്റെ എക്സ്പ്രഷൻ നമ്മൾ കംപ്രഷൻ റേഷ്യോ അല്ലെങ്കിൽ എക്സ്പാൻഷൻ റേഷ്യോയുടെ ടേംസിൽ എഴുതി കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ഈറ്റ ഈസ് ഈക്വൽ ടു 1 - 1/r⁻⁻1 വേർ ആർ ഈസ് ദ കംപ്രഷൻ റേഷ്യോ അല്ലെങ്കിൽ എക്സ്പാൻഷൻ റേഷ്യോ ആണ്. ഓക്കെ, ഇനി ഇതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇൻ പ്രാക്ടീസ് നമ്മൾ ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ലെവൽ വരുമ്പോൾ ആർ കനോട്ട് ബി മെയ്ഡ് ഗ്രേറ്റർ ദാൻ 10 അല്ലെങ്കിൽ നിങ്ങൾക്കറിയാം V1/V2 എന്താവാൻ പാടില്ല, 10-നേക്കാൾ കൂടാൻ പാടില്ല. ഓക്കെ, ഓർ യു ക്യാൻ സേ യുവർ V2 മസ്റ്റ്. അപ്പം ഇഫ് R is larger, then what happened? The rise in temperature upon compression of the mixture of gasoline and air is great enough to cause combustion before the discharge of the spark. നമ്മൾ ഉദ്ദേശിച്ച സമയത്താണ് നമ്മൾ അതിൻ്റെ അകത്ത് സ്പാർക്ക് കൊടുക്കുന്നത് അല്ലേ. പക്ഷെങ്കിൽ ആ സ്പാർക്ക് കൊടുക്കുന്നതിനേക്കാൾ മുന്നേ നമ്മളുടെ റേഷ്യോ, കംപ്രഷൻ റേഷ്യോ 10-ലും കൂടിയാൽ, ആ ഒരു 10-നേക്കാൾ വലിയൊരു വാല്യൂ ആയി കഴിഞ്ഞാൽ what will happen? The temperature rises and the compression of the mixture of gasoline and air അതിൻ്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തിട്ട് ദാറ്റ് വിൽ കോസ് എ സെൽഫ് ഇഗ്നിഷൻ ഓർ വി കോൾ ഇറ്റ് ആസ് എ പ്രീ ഇഗ്നിഷൻ. നമ്മൾ ശരിക്കും ഇഗ്നിഷൻ എന്ന് പറയുന്ന ആ ഒരു ഇഗ്നൈറ്റ് ചെയ്യിക്കുന്നതിനേക്കാൾ മുന്നേ ഈ ഒരു മിക്സ്ചറിന് എന്ത് സംഭവിക്കും? പ്രീ ഇഗ്നിഷൻ സംഭവിക്കും. ദാറ്റ് വിൽ കോസ് ഡാമേജ് ഫോർ ദ എൻജിൻ. ഓക്കെ, ബിക്കോസ് നമ്മൾ അത് ഉദ്ദേശിക്കുന്ന രീതിയിൽ ഉദ്ദേശിക്കുന്നതിനേക്കാൾ മുന്നേ അതിൻ്റെ അകത്ത് ഇഗ്നൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മെഷീൻ അത് കേടായി മാറും അല്ലെങ്കിൽ എൻജിൻ അത് കേടായി മാറും. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യത്തിനെയാണ് പ്രീ ഇഗ്നിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് ഇതിനെപ്പറ്റി ചോദിച്ചാൽ നിങ്ങൾ ഈ ഒരു ഇക്വേഷൻ എഴുതുക, എന്നിട്ട് ഈ ഒരു മാറ്റർ പറയുക. ഓക്കെ, അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. Now we want to discuss one more engine. Okay, we already discussed gasoline engine and diesel engine. In both cases we have 6 processes, and out of this 6 processes 4 are strokes. Okay, now we are going to discuss engines with 2 stroke only. Okay, നമ്മൾ ഈ പറയുന്ന 4 സ്ട്രോക്കിന് പകരം ഈ 4 സ്ട്രോക്കും 2 സ്ട്രോക്കിൽ തന്നെ സംഭവിക്കുന്ന രീതിയിൽ ഡിസൈൻ ചെയ്ത എൻജിൻസ് ഉണ്ട്. ഓക്കെ, അപ്പം അത്തരം എൻജിൻസാണ് പലപ്പോഴും നമ്മളുടെ സ്പീഡ് ബോട്ടിലൊക്കെ ഉപയോഗിക്കുന്നത്. എന്ന് വെച്ചാൽ അതിന് പവർ കൂടുതലായിരിക്കും. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് അതിൻ്റെ അകത്തുള്ള സ്ട്രോക്ക് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് കുറയുന്നത് കൊണ്ട് തന്നെയാണ് അതിന് പവർ ഡെലിവേർഡ് ബൈ ദ 2 സ്ട്രോക്ക് എൻജിൻ ഈസ് ലാർജർ ദെൻ 4 സ്ട്രോക്ക് എൻജിൻ. അതുകൊണ്ടാണ് ഈ സ്പീഡ് ബോട്ട് അതുപോലത്തെ കാര്യങ്ങളിലൊക്കെ നമ്മൾ ഈ ഒരു 2 സ്ട്രോക്ക് എൻജിൻസ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു വീഡിയോയിലൂടെ കാണിച്ചു തരാം. നമ്മൾ നേരത്തെ പറഞ്ഞ 6 പ്രോസസ്സും ഇതിൻ്റെ അകത്ത് സംഭവിക്കുന്നുണ്ട്. പക്ഷേങ്കിൽ സ്ട്രോക്ക് 2 ഉള്ളൂ. ഈ 2 സ്ട്രോക്കിൻ്റെ ഇടയിൽ തന്നെ എല്ലാ പ്രോസസ്സും സംഭവിക്കണം. ആ രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാൻ ഇതിൻ്റെ ഡിസൈന് പ്രത്യേകമായിട്ട് ഉള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ഫ്യൂവൽ ഇഞ്ചക്ഷനും എല്ലാം ഇതിൽ തന്നെ സംഭവിക്കുന്നുണ്ട്. മറ്റേതായിട്ട് വ്യത്യാസം, മറ്റതിലൊക്കെ ഒരു പോർട്ടുകളാണെങ്കിൽ ഇവിടെയൊക്കെ മറ്റതിലൊക്കെ നിങ്ങൾക്ക്
ഓരോ വാൾവ്സ് ആണെങ്കിൽ ഇതിൻ്റെ അകത്തൊക്കെ പോർട്ടുകളാണുള്ളത്. ഓക്കെ, ഇൻലെറ്റ് പോർട്ട്, എക്സോസ്റ്റ് പോർട്ട്, പിന്നെ അതുപോലെ ട്രാൻസ്ഫർ പോർട്ട്, ഇങ്ങനെ 3 തരത്തിലുള്ള പോർട്ടുകളാണ് ഇതിനുള്ളത്. മറ്റതിൽ നിങ്ങൾക്ക് വാൾവുകളായിരുന്നു, ആ വാൾവ് ഓപ്പൺ ആയിരുന്നു, പക്ഷേ ഇത് എപ്പോഴും ഓപ്പൺ ആയി കിടക്കും. അപ്പം അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഓരോരോ ഘട്ടത്തിൽ ഈ ഒരു പിസ്റ്റന്റെ മൂവ്മെന്റിലൂടെ തന്നെയാണ് ഈ ഓരോ പോർട്ടിന്റെയും ഓപ്പണിങ്ങും ക്ലോസിങ്ങും സംഭവിക്കുന്നത്. As the piston moves closer to the top of the cylinder, it uncovers the inlet port, which then, because of the pressure in the lower chamber, sucks air and fuel into the lower chamber. The second stroke of the 2-stroke engine is carrying on from the first stroke, which sucked the air into the lower chamber. The piston has nearly reached the top of the cylinder. Just before thus the mixture of air and fuel in the upper chamber above the piston is ignited. The high pressure of the burnt gases forces the piston down. On the way down the cylinder, the piston recovers the inlet port, stopping any fuel/air from being sucked into the lower chamber. As the piston moves downwards, the mixture of air and fuel in the lower chamber is being compressed. When the piston gets to be DC, bottom dead center, the exhaust port is fully uncovered, which releases the burnt fuel in the upper chamber and also draws fuel and air from the lower chamber through the transfer port into the upper chamber, ready for the next stroke. ഓക്കെ, എനിക്ക് ആ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ടാവുമെന്നാണ് മനസ്സിലാവുന്നത്. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു പിസ്റ്റന്റെ മൂവ്മെന്റ് ടോപ്പ് ഡെഡ് സെന്ററിൽ നിന്ന് ബോട്ടം ഡെഡ് സെന്ററിൻ്റെ അകത്തേക്ക് മൂവ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഈ പറയുന്ന 3 പോർട്ടുകളും അത് ഓപ്പൺ ആവുകയും ക്ലോസ് ആവുകയും ചെയ്യും. അതുപോലെ തന്നെ കംപ്രഷൻ, കമ്പേർഷൻ, പിന്നെ അതുപോലെ എക്സ്പാൻഷൻ, അതുപോലെ ഇൻടേക്ക് അല്ലെങ്കിൽ അഡ്മിറ്റ് ഓഫ് ദ ഫ്യൂൽ, ഇതൊക്കെ ഇതിൻ്റെ അകത്തൂടെ സംഭവിക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് ലെസ് എഫിഷ്യൻസി. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മൾ ഇതിൻ്റെ അകത്ത് നിങ്ങളുടെ അഡ്മിറ്റ് ചെയ്ത അല്ലെങ്കിൽ ഇൻടേക്ക് പോർട്ടിലൂടെ നിങ്ങളെടുത്തിരിക്കുന്ന ഈ നമ്മുടെ ഫ്യൂവല് അത് ഈ ട്രാൻസ്ഫർ പോർട്ടിൻ്റെ അകത്ത് കൂടെ മേലത്തെ എത്തുമ്പോൾ അവിടെ നിങ്ങൾക്ക് നേരത്തെ കമ്പൾഷൻ സംഭവിച്ച ഫ്യൂവലിൻ്റെ ബാക്കി ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതുമായിട്ട് മിക്സ് ചെയ്തിട്ട് കുറേ അതിലൂടെ നമുക്ക് ലോസ് ആവുന്നുണ്ട്. ദാറ്റ് ഈസ് വൈ ഇറ്റ് ഹാസ് ലെസ് എഫിഷ്യൻസി കമ്പയർഡ് ടു 4-stroke എൻജിൻ. അപ്പം ഈ ഒരു എൻജിൻസ്, നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള എൻജിൻസ് പഠിച്ചു. അതിനെ പറ്റിയുള്ള ടോക്ക് ഇവിടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് വി വിൽ ഗോ ടു second law of thermodynamics in the next video.